ആത്മഹത്യ ചെയ്യണത് ഇവൻ്റെ വീട്ടിനകത്തായിരിക്കും ഞങ്ങൾ ആത്മഹത്യ. മാറ്റമൊന്നുമില്ല. നമ്മളിവിടെ ആത്മഹത്യ ചെയ്യും. ഇവിടെ അവന്റെ അനിയൻ നമ്മളെ അടിക്കുന്നു, അവന്റെ അളിയൻ നമ്മളെ പള്ളു പറയുന്നു. ഞങ്ങൾക്കിപ്പം കൊല ഭീഷണിയാണ്. ഞങ്ങളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാശ് ചോദിച്ചാൽ ഞങ്ങളെ കൊന്നുകളയുമെന്നാണ് പറയുന്നത്. ഞങ്ങളെ കുടുംബം തകർത്തവനെ ഞങ്ങൾ നിരാകാരം കിടക്കും. പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ സ്റ്റോക്കൊക്കെ വന്നതാണ് സ്നേഹിത. എനിക്ക് സ്റ്റോക്ക് വന്ന് മൾട്ടി സ്റ്റോക്കാണ് വന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പോലും വയ്യ, മരുന്നിന് പൈസ ഇല്ല. ഞാൻ കിടക്കുന്നത് ചെറ്റക്കുടിലാണ്. അതൊക്കെ വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ചെറ്റക്കുടിലാണ് കിടക്കുന്നത്. സത്യദാസ് എൻ്റെ നിന്ന് 4 ലക്ഷം രൂപ ജോലി, എൻ്റെ ശേഷാറിന് ജോലി തരാമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ എൻ്റെ നിന്ന് വാങ്ങിച്ചു. അതിൽ 2 ലക്ഷം രൂപ സൊസൈറ്റിയിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ അവൻ കൈ വായ്പയായിട്ട് വാങ്ങിച്ചു. നിരന്തരം അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ പറയും, അവൻ്റെ അനിയനും പറയും തരാം. ഇതിപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു. ചെല്ലുമ്പോഴൊക്കെ ഇന്നാവട്ടെ നാളെ ആവട്ടെ എല്ലാം ഉടനെ തരാമെന്ന് പറയും. തരുന്നതേ ഇല്ല. അപ്പോൾ ഞാൻ കൂടെ പോയി അവിടെ വീട്ടിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴേ അവൻ്റെ അനിയൻ എന്നെ കമ്പി കൊണ്ടുവന്ന് എന്നെ കൈക്ക് അടിച്ചു. ഇവൻ്റെ വീട്ടുകാർ എന്നെ വഴക്ക് പറയും. അങ്ങനെ നിരന്തരം എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിവൃത്തി കൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പിന്നെ ഒരുപാട് പേരെ അവൻ പറ്റിച്ചിരിക്കുകയാണ്. ആകെ സമ്പാദ്യം ഉള്ളതെല്ലാം അവന് കൊടുത്തു. ഇനി നമ്മളെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മൾട്ടി സ്റ്റോക്കൊക്കെ വന്ന ഒരുത്തനാണ്. അത് ഞാൻ ഡോക്ടർ ഷ്യാംലാലിൻ്റെ ഇതിലാണ്, ഈ ട്രീറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞ് ഞാൻ പരമ്പിൽ കിടന്നു പോകുന്നു. ആ ഒരു കണ്ടീഷൻ്റെ അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ പൈസ അവൻ തരുന്നേ ഇല്ല. ഈ പൈസ കിട്ടിയാലേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, എൻ്റെ പയ്യൻ്റെ ഭാവിയും പോയി. ഇവൻ വന്ന് പറഞ്ഞ് ഞാൻ ജോലി വാങ്ങിച്ച് തരാം. ആദ്യം പറഞ്ഞു ഇവിടെ ചെമ്പടന്തി സർവീസ് സഹകരണ ബാങ്കിൽ വാങ്ങിച്ചു തരാം, സൊസൈറ്റിയിൽ. അത് നടന്നില്ല. പിന്നീട് പറഞ്ഞ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ തരാം, അതും നടന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വളരെ പരിതാപമാണ്. അല്ല, ഒരുപാട് പേർക്ക് അവൻ്റെ വീട്ടിൽ നിരന്തരം ആൾക്കാർ കയറി ഇറങ്ങിയാണ്. നിരന്തരം ഇവൻ രാവിലെ 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കളയും വീട്ടിൽ നിന്ന്. പിന്നെ ആരെങ്കിലും ചെന്നാൽ അവൻ കതകടച്ച് മുകളിലിരിക്കും, താഴെ വരില്ല. അവൻ്റെ സഹോദരിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും ഇവിടെ ഇല്ല എന്ന് പറയും. അവൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും ഇല്ല എന്ന് പറയും. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സഹോദരിക്ക് ഒരു ജോലി തരാമെന്നും പറഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അത്രയും കാശില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് 2 ലക്ഷം രൂപ കുറച്ച് 8 ലക്ഷം രൂപയായിട്ട് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഉരുപ്പടി പണയപ്പെടുത്തിയൊക്കെ കൊടുത്തു. 6 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ ബോണ്ട് തന്നിട്ടുണ്ട്. 6 ലക്ഷം രൂപയ്ക്ക് ബോണ്ടും പാസ്ബുക്കും തന്നിട്ടുണ്ട്. പക്ഷേ 2 ലക്ഷം രൂപ അയാൾ കൈ വാങ്ങിച്ചു. അതിന് ഏതൊരു റെക്കോർഡും തന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഡേറ്റ് കഴിഞ്ഞ് കാശ് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ വാ ഇവിടെ വാ അപേക്ഷ കൊണ്ടുപോകാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി അപേക്ഷകളും ഞങ്ങളിതാ കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അതിനെക്കുറിച്ച് അറിയില്ല. അവിടെ ഞങ്ങൾ JR ഓഫീസിലും ഒക്കെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കാശ് തരും, കാശ് അത് ആരെയും കൊടുത്തു എന്ന് ചോദിച്ചു. സത്യദാസ് സാറാണല്ലോ വാങ്ങിയത്, പുള്ളിയാണ് ഉറപ്പ് പറഞ്ഞ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നേ ദിവസമായിട്ട് ഞങ്ങൾക്ക് ഏതൊരു പൈസയും ഇല്ല. ഞങ്ങൾ വളരെ ബന്ധപ്പെടുകയാണ്. പെങ്ങൾക്കാണെങ്കിൽ 2 പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്. വാസ്തവത്തിൽ പഠിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞങ്ങൾ കിടന്നുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യദാസിൻ്റെ വീട്ടിൽ ചെന്ന് കിടക്കാമെന്നുള്ള ധാരണയാണ്. ഞങ്ങൾ അവിടെ തന്നെ കാര്യമെന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനെ 32 വയസ്സ് കഴിഞ്ഞ JDC ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് നിന്ന് ഒരു ജോലി വേണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കല്ല. ജോലി നിയമാനുസരണം കിട്ടിയില്ല. അപ്പോൾ ഈ സത്യദാസ് എൻ്റെ ഒരു സുഹൃത്ത് പോകുമ്പോഴുണ്ടായിരുന്നു. അദ്ദേഹവുമായി കണ്ടപ്പോൾ പറഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കാർഷിക സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് നിലവിൽ. അവിടെ വേക്കൻസി ഉണ്ട്, ഇപ്പോൾ ഈ ടെസ്റ്റ് വരും, നിങ്ങൾ ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മകൻ ടെസ്റ്റിന് പോയി ടെസ്റ്റ് പാസ്സായി. അതിൻ്റെ റിസൾട്ട് പുറത്ത് വന്നില്ല. ആ ടെസ്റ്റ് വന്നതിന് ശേഷം ഇയാൾ അവിടുത്തെ പ്രസിഡൻ്റ് സ്ഥാനം അല്ല എന്നും ഇയാൾ അവിടെ നിന്ന് മാറ്റിയെന്ന് അറിഞ്ഞു. അതിനുശേഷം എന്നെ സമീപിച്ചു, നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഈ ചേങ്കോട്ടുകുളത്ത് വേറൊരു ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്, ആ ബാങ്കിൽ അപ്പോയിൻമെൻറ്റ് തരാമെന്ന് 5 ലക്ഷം രൂപ ചോദിച്ചു. സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സൊസൈറ്റികളെ കേന്ദ്രീകരിച്ചാണ്. അതെ, സഹകരണ ബാങ്കുകളും സഹകരണ സൊസൈറ്റിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി സഹകരണ പിന്നെ അന്വേഷണത്തിൽ ഇയാൾ നിരവധി സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത്രയും പേർക്ക് എത്രയൊക്കെ പൈസ പോയിട്ടുണ്ടെന്ന് പറയാമോ? എനിക്ക് ഒരു 3 ലക്ഷം രൂപ എനിക്ക് പോയിട്ടുള്ളൂ.
എനിക്ക് 4. പാറശാല സർളകുമാരിയുടെ അവർക്ക് 8 ലക്ഷം രൂപ. 8 ലക്ഷം. അപ്പൊ നിങ്ങളെ ഈ പരാതിയായിട്ടൊന്നും പോയിട്ടില്ലേ പോലീസ്? പരാതിയായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2024 പിന്നെ പോലീസിൽ ഒരു പരാതി കൊടുത്തായിരുന്നു. ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്ത് അത് ഇതുവരെ ചേങ്കോട്ടം പോലീസ് സ്റ്റേഷൻ ഇതുവരെ നടന്നു. കഴിഞ്ഞ 10-ാം തീയതി അവിടുത്തെ SHനെ ഞാൻ പോയി കണ്ട് അദ്ദേഹം എന്നെ വിളിച്ചും SIയുടെ പറഞ്ഞതനുസരിച്ച് ഒരു മൊഴി എടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ അയാൾക്ക് പല സ്ഥലങ്ങളിലും ചില ബന്ധങ്ങളുള്ളത്. ആ ബന്ധത്തിൻ്റെ മറവിലാണ് അയാൾ എന്ത് തോന്നിയോസം കാണിക്കാനും അവരെ വലിയ നടപടി എടുക്കാത്തത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ARലും ബന്ധപ്പെട്ട സഹകരണ വകുപ്പിലൊക്കെ പരാതി കൊടുത്തു. അവിടെ ഒന്നും ആ പരാതിയെപ്പറ്റി ഒന്നും അന്വേഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാനിങ് എന്താണ്? അടുത്ത വീട്ടിനകത്ത് കയറി ഞങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ കുടുംബ സഹിതം അവിടെ പോയി താമസിക്കുക. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും പോലീസും ഇത് ശക്തമായ നടപടിയെടുത്ത് ഞങ്ങളതിന് പൈസ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസയും പലിശയും എനിക്ക് 1 ലക്ഷം രൂപ ഒരു ചെക്കും തന്നു. ബാക്കി എൻ്റെ ഈ പറയുന്നത് പോലെ കൈവായ്പയായിട്ട് വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോയി പൈസയുടെ ഈ പൈസ ചെക്ക് കൊടുക്കുമ്പോഴും പൈസ കൊടുക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മകളിൽ ഒരു ഡോക്ടർ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടി ഉണ്ടായിരുന്നു. ഇത് നമുക്കൊന്നും അറിഞ്ഞൂടാ, പരസ്പരം ആരെയും അറിഞ്ഞൂടാ. ഇത് ഞങ്ങൾ പരസ്പരം അറിയില്ലല്ലോ. ഇതിപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾ കൂട്ടായിട്ട് വന്നപ്പോഴും ഞങ്ങൾ അറിയില്ല പരസ്പരം. അപ്പം അയാൾ വാങ്ങിക്കുന്നത് ഞാൻ കൊടുക്കുന്നത് വേറെ ചേങ്കോട്ടുകുളത്താണ് താമസിക്കുന്നത്. ചേങ്കോട്ടുകുളത്ത് മഠത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. ഈ വേറെ ഒരുപാട് പേര് ഇയാൾ പൈസ കൊടുത്തിട്ടുണ്ട്. അയാളെ വീട്ടിൽ എന്നും ആളാണ്. പക്ഷെ ഇയാള് രാവിലെ 4 മണിക്ക് സ്ഥലം കാലിയാക്കി അത് ചെല്ലുമ്പോഴേ ആഴ്ച നിങ്ങൾക്ക് ജോലിയാവും. എന്നിട്ട് ഒരു ചത്ത് കിടന്ന ഒരു ഇവിടെ ഉണ്ടാവുക. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ബാങ്കിൽ തിരുവനന്തപുരം ജില്ലാ ഇലക്ട്രിക്കൽ സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക്, അത് വർഷങ്ങളായി ആളുകളെ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് പൂട്ടിയിട്ടേക്കുന്ന ഒരു ബാങ്കാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വയ്ക്കാൻ AR ഓഫീസിൽ ARലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായുമെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം ഇതൊരു തട്ടിപ്പിന് വേണ്ടിയാണ് ഇയാൾ ഈ ബാങ്കിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ഒരു പത്മകുമാർ, ഇയാൾ വേറെ ലേഡി ഉണ്ട്. ആ ലേഡിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ AR ഓഫീസിൽ നിന്ന് കൊടുത്ത ഒരു ഉത്തരവും കൊണ്ടാണ് ഈ രണ്ടാമത് ഞങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങളുടെ പരാതി കൊടുത്തിട്ടുണ്ട്, നിരവധി പരാതി കൊടുത്തിട്ടുണ്ട്. ഇല്ല പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതിനകത്ത് റിപ്ലൈയും തരത്തില്ല. പിന്നെ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ വിവരാവകാശം പറയും ഇയാൾക്ക് ബന്ധങ്ങളില്ല, ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ആരോ ഉണ്ട്. ഇവൻ ഒരു പഴയ പത്രത്തിന്റെ പേരും പറഞ്ഞാണ് ഇവൻ സെക്രട്ടേറിയറ്റിനകത്ത് കയറി പോകുന്നത്. അല്ലാതെ പത്രം ഇങ്ങനെ എടുത്ത് കാണിക്കാറുണ്ട്. അത് എപ്പോ നോക്കിയാലും ഒരു വെള്ള പേപ്പർ എടുത്ത് കഷത്ത് വെച്ച് ഇങ്ങനെ സെക്രട്ടേറിയറ്റിനകത്ത് പോയി AR ഓഫീസിലും പിന്നെ രജിസ്ട്രാർ ഓഫീസിലും അയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ആര് പരാതി കൊടുത്താലും ആ അതിനെല്ലാം മുക്കുന്ന ഒരു സമീപനമാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നത്. ഞങ്ങൾ പല ആവർത്തിയും ഈ സത്യദാസിൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വന്നപ്പോൾ ഞങ്ങൾ അടിക്കാനും വെട്ടാനും ഇയാൾ വേറെ പുറത്തുനിന്ന് കുറേ ആളുകളെ കൊണ്ട് നിർത്തിയിട്ട് ഗേറ്റും പൂട്ടിയിട്ട് വീട്ടിനകത്തിരിക്കുകയും ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അത് വാങ്ങാൻ വന്നാൽ ആ പൈസ തരുന്നില്ല. മാത്രമല്ല അവൻ്റെ അനിയൻ നമ്മളെ അടിക്കുന്നു, അവൻ്റെ അളിയൻ നമ്മളെ പള്ളു പറയുന്നു, അടിക്കുകയും നമ്മൾ കമ്പി കൊണ്ട് കയ്യിൽ അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇനി ഇവിടെ ഒന്നും നമ്മൾ ഇനി പോവില്ല. എല്ലാവരും കുടുംബസമേതം ഇവിടെ വന്ന് കിടക്കും. നമ്മളെ കാശ് കിട്ടാതെ നമ്മൾ ഇവിടെ നിന്ന് പോവില്ല. നമ്മളെല്ലാവരും ഇവിടെ കിടക്കും. ഇവ ആളുകളെ പറ്റിച്ചാണ് ഇത്രയും സമ്പാദ്യം ഉണ്ടാക്കി. ജോലിക്കും കൂലിക്കും ഒന്നും പോവാറില്ല. കാശിന് വന്നാല് കാശ് തരാന്ന് പറഞ്ഞ് വരുത്തിയിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വെട്ടോത്തിയെടുത്ത് എന്നെ വെട്ടാൻ വേണ്ടി വരുന്നു. അവന്റെ അനിയെ കമ്പിപ്പാരെടുത്തോണ്ട് പറഞ്ഞു എന്നെ അടിക്കാൻ. എന്റെ കയ്യിൽ അടിച്ചു അവന്റെ അനിയൻ. കാരണം ഇവര് കുടുംബത്തോടെ പറ്റിപ്പാണ്. ഞങ്ങളെ കാശ് തരാന്നും പറഞ്ഞ് വരുത്തിയിട്ടാണ് ഞങ്ങളെ ഇത്രയും ഭീഷണി. ഇവന്റെ ഒരു സഹോദരി രാജമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. അവരേൽ വരുമ്പോ അവര് നമ്മളെ പള്ളു പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഞങ്ങളെ കാശ് ഇവൻ നമ്മളെ വീട്ടിൽ കയറി ഇറങ്ങിയാണ് പൈസ വാങ്ങിച്ചോണ്ട് പോയത്. എനിക്ക് 8 ലക്ഷം രൂപയാണ് തരാനുള്ളത്. 3 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വെച്ച് 3 ലക്ഷം രൂപ ക്യാഷ്. എന്റെ 4 ലക്ഷം രൂപ ഞങ്ങളുടെ കൈവശമുണ്ട്. സാറിന്റെ 8 ലക്ഷം. പലവരെയെന്ന് ഇവൻ ഇപ്പൊ അറിഞ്ഞു വന്നപ്പോൾ ഒരുപാട് പേരെ പറ്റിച്ചേക്കുന്നു. ഇതെല്ലാം ഞങ്ങള് സാധുക്കളാണ്. ഞങ്ങളെ കാശ് തന്നിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഞങ്ങൾ പോകുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. അവര് ചെയ്യാനുള്ളത് ചെയ്യട്ടെ. ഞങ്ങളിവിടെ ഇരിക്കണം.
ഇതാണ്. ഇത് ഒരു നിവൃത്തിയില്ല. അല്ല ഞങ്ങൾ കാശ് കിട്ടാതെ ഞങ്ങൾ പോകത്തില്ല അവിടെ നിന്ന്. പത്മകുമാർ എന്ന് പറഞ്ഞാൽ ഒരു ഏജന്റ്, ഇവന്റെ ഏജന്റ്. കാരണം അവനും കൂടെയാണ് ഈ ആളുകളെ നിന്ന് പൈസ വാങ്ങിപ്പ്. കാരണം അവനും എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കും ഈ പത്മകുമാറിന്. ഇവനാണ് ഫുൾ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് പോണത്. അപ്പൊ പത്മകുമാർ ഇപ്പൊ പറഞ്ഞത് സത്യദാസിന്റെ പേരിൽ അയാൾ കേസ് കൊടുക്കാൻ പോണം. പത്മകുമാർ ശ്രീകണ്ഠേശ്വരത്താണ് പത്മകുമാർ താമസിക്കുന്നത്. പത്മകുമാർ ഇതിന്റെ വേറൊരു വെട്ടിപ്പുകാരനാണ്. ഈ വെട്ടിപ്പ് നടത്തുമ്പോ ഈ ചരടെടുത്ത് കാണിക്കും. ഞാൻ ഇന്നപ്പോ ഇപ്പൊ പറയുന്നത് ഇയാളെയാണ് പ്രസിഡന്റ് ആയിട്ട് അവിടെ ഇരുത്തി. അപ്പൊ അയാൾ ഇപ്പൊ പറയുന്നത് ഞാൻ ഇതിലൊന്നുമില്ല, എല്ലാം സത്യദാസ് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. അത് നിങ്ങളടുത്തല്ലാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. പിള്ളേർക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇയാള് പലിശക്കെടുത്ത് 10 രൂപ പലിശക്കെടുത്താണ് ഇയാൾക്ക് ഈ പൈസ കൊടുത്തത്. അവിടെ ഇരിക്കുന്ന വക്കീലിന്റെ ബോർഡ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ച്, കാരണം ഇവന്റെ വീട്ടിൽ ആരും വരാതിരിക്കാൻ വേണ്ടി. ഞങ്ങൾക്കിപ്പം കൊല ഭീഷണിയാണ്. ഞങ്ങളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാശ് ചോദിച്ചാൽ ഞങ്ങളെ കൊന്നുകളയുമെന്നാ പറയുന്നത്. കമ്മീഷണർ എടുത്ത് കൊടുക്കും, DSP എടുത്ത് കൊടുക്കും, SP എടുത്ത് കൊടുക്കും. ഇവ ആരെല്ലാം കൊടുക്കട്ടെ, ഇവിടെ നിയമം ഉണ്ടാന്ന് അറിയണമല്ലോ. നമുക്ക് ഇവിടെ നിയമവാഴ്ച ഉണ്ടാന്നുള്ള അറിയണമല്ലോ. ഒന്നെങ്കിലും ഞങ്ങളുടെ കാശ് കയറി, അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് മേടിച്ചിട്ടില്ലെന്ന് ഗവൺമെന്റ് ബോധിപ്പിക്കട്ടെ. ഞങ്ങളുടെ കാശ് മേടിച്ചില്ല പറയുമെങ്കിൽ ഞങ്ങൾ കാശില്ലാണ്ട് ഉപേക്ഷിച്ചിട്ട് പോവാം. അതെ അതെ, ബോണ്ട് തന്നത് ഞങ്ങള് കൊടുത്തിട്ടുണ്ട്, ചെക്ക് കൊടുത്തിട്ടുണ്ട്. ചെന്നപ്പോ പറഞ്ഞത് സത്യദാസിനെ കുറിച്ച് വളരെ മോശമായ ഇതാണ് ചോദിക്കുന്നത്. വലിയ രേഖയുണ്ടോ? രേഖയുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ തരാം. ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ച 12 മണി 1 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്യും ഈ ഗേറ്റിന്റെ മുമ്പേ. ഞങ്ങളെ കുടുംബം തകർത്തവനെ ഞങ്ങൾ നിരാകാരം കിടക്കും. ഞങ്ങളെ ബോഡി എന്തായാലും ഈ പൈസ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇനി പോവുള്ളൂ. അതാണ് ഞങ്ങളുടെ അവസ്ഥ. യവന്റെ കുടുംബം മൊത്തം പറ്റിപ്പാണ്. യവന്റെ സഹോദരി അതിനേക്കാളും പറ്റിപ്പ്. ഞങ്ങളെ ഉപദ്രവിക്കാതെ ഞങ്ങളുടെ കാശ് എത്രയും പെട്ടെന്ന് തന്ന ഞങ്ങളെ കാര്യം പരിഹരിക്കാൻ പറയണോ, അല്ലെങ്കിൽ ഞങ്ങൾ യവന്റെ അനിയൻ വെളിയിൽ ഇറങ്ങില്ല. യവന്റെ അനിയൻ പറയണ എന്തെന്ന് അറിയാമോ? യവൻ ഭൂലോക ഫ്രാഡെന്ന്. യവന്റെ അനിയൻ ഭൂലോക ഫ്രാഡ്. കള്ളനാന്ന് പറയുന്നു. അപ്പോഴും പിന്നെ ഞങ്ങളുടെ എന്ത് ചെയ്യാന്? ഞങ്ങൾക്ക് കാശ് വേണം. നമ്മളെ കാശ് തരാതെ അത് സ്ഥലം വിറ്റ് കൊടുക്കാനുള്ള സാമ്പത്തികമൊക്കെ അവനുണ്ട്. 10 സെന്റ് വസ്തു ഈ കാണുന്നത് ഇതുപോലെ പല സ്ഥലത്ത് വാങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇത്രയും പൈസ വാങ്ങിച്ചു. ഇവിടെ പല സ്ഥലങ്ങളിലെ വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അവന് സപ്പോർട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ അകത്താവും. എല്ലാവനും അകത്താവും. AR ഓഫീസ്, JR ഓഫീസ്, സെക്രട്ടേറിയറ്റിൽ ഒരു കശത്ത് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടാണ് കയറണത്. ഒരു കള്ള പത്രത്തിന്റെ അവരെന്തെന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു മറുപടി പറയുന്നില്ല. നിങ്ങളുടെ റിപ്പോർട്ടിന് ഈ നാട്ടുകാർക്ക് കയറി ഞങ്ങൾ വരുന്ന ദിവസങ്ങൾ അറിയാം. എത്രയോ ദിവസങ്ങൾ ഇവിടെ വന്ന് വന്നിട്ടുണ്ട്. പൈസ തന്നിട്ടില്ല. എത്രയോ ദിവസം വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് നേരെ കഞ്ഞി കുടിക്കാൻ വഴിയില്ല. അവര് 5 സ്റ്റാർ ഹോട്ടലിൽ ആഹാരം കഴിച്ച് കഴിയാണ്. യവൻ ഇവിടെ സൂചിച്ച് കിടക്കുകയാണ്. യവന്റെ മക്കൾക്ക് വേണ്ട, മക്കള് യവനെ വേണ്ട. എങ്ങനെയാണ് ഇവൻ കഴിയണത്? യവന്റെ മോൻ പറഞ്ഞ സംഭാഷണങ്ങളൊക്കെ എന്റെ ഉണ്ട് സാറേ, ഞാൻ കേൾപ്പിച്ചു തരാം. അതെങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളുടെ കാശ് വേണം. ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. അവൻ പറയണത് പലിശക്ക് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. യവന്റെ മോൻ സംസാരിച്ച സംഭാഷണം എന്റെ ഉണ്ട്. അത് ലൈവായിട്ട് കൊടുക്കണം സാറേ. യവന്റെ അച്ഛന്റെ പപ്പയുടെ അനിയത്തി അവരാണ് ഈ പൈസ അത്രയും കളക്ട് ചെയ്ത് അവളെ മോള് ഇവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലെ ഏക്കറിനക്കിന് സ്ഥലം വാങ്ങിച്ചിട്ടേക്കണം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. ഈ പൈസ എവിടെ നിന്ന്? യവൻ ജോലിക്കും പോയിട്ടില്ല, കൂലിക്കും പോയിട്ടില്ല. ഇവിടെ വരാൻ പറയും. വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഗുണ്ടകളെ വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, വെട്ടുകത്തിയെടുത്ത് എട്ടാൻ വരുന്നു. യവൻ ജോലിക്ക് പോയിട്ടില്ല. യവൻ 25 വയസ്സ് മുതൽ യവൻ ജോലിക്കും പോയിട്ടില്ല, കൂലിക്കും പോയിട്ടില്ല. യവൻ ആളുകൾ അന്ന് മുതൽ പറ്റിപ്പാണ് ഇവന്റെ ജോലി. നമുക്കറിയാതെ വന്ന് വീണുപോയി. ഞങ്ങളെ പിള്ളേർക്ക് ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്തത്. അത് അതിന്റെ പലിശ തിരിച്ചു തരട്ടെ. 5 ലക്ഷം 6 ലക്ഷം ഒക്കെ 5 രൂപ 10 രൂപ പലിശയ്ക്ക് കൊടുത്താൽ ആ പലിശ ഞങ്ങൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ ആത്മഹത്യ ചെയ്യണത് ഇവൻ്റെ വീട്ടിനകത്തായിരിക്കും. ഞങ്ങൾ ആത്മഹത്യ മാറ്റമൊന്നുമില്ല. നമ്മളിവിടെ ആത്മഹത്യ ചെയ്യും. ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ വന്ന് ഞങ്ങൾക്ക് ഒരു പരിഹാരം. എന്നിട്ട് സാർ കേൾക്കണം, ഇവന്റെ അനിയത്തിന്റെ അടുത്തും അളിയന്റെ അടുത്തും പറഞ്ഞേക്കണത് അവൻ ആർക്കും പൈസ കൊടുക്കാനില്ലെന്ന്.
അവൻ നമ്മൾ അടുത്തിരുത്തി പറയണ്ടേ, നമ്മൾ അടുത്തിരുത്തി പറയണ്ടേ? ചെക്കും ഇങ്ങനത്തെ റെക്കോർഡുകളൊക്കെ വന്നതിന് ശേഷം അയാൾ ഇങ്ങനെ പറയുക. യവാ, വലിയ കള്ളനെ ഞങ്ങൾ ലോകത്ത് കണ്ടിട്ടില്ല. ഇതുപോലൊരു ഭൂലോക കള്ളനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ഫാമിലി മൊത്തം കൂറകള് മൊത്തം കള്ളമേ പറയുള്ളൂ. അതായത് അയാൾ തന്ന ചെക്കാണ്. എനിക്കും തന്നിട്ടുണ്ട് ചെക്ക്, എനിക്കും തന്നിട്ടുണ്ട് ചെക്ക്. അടച്ചുപൂട്ടിയ ബാങ്കിന്റെ പേരും പറഞ്ഞ് കള്ള ഡ്രാഫ്റ്റും തന്നെ ഞങ്ങൾ അത്രയും കബളിപ്പിക്കുകയാണ് സാറേ. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കാര്യം ഇതിന്റെ ഇവിടെ വരുമ്പോഴേ അവന്റെ അനിയനും അളിയനും ഒരുമിച്ച് നിൽക്കും ഞങ്ങൾ അടിക്കാൻ. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഒരു പരിഹാരം കാണാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ ഇവിടെ തന്നെയാണ്.